അതിന് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, അത് ശരിയാ, വേണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവൾ എന്തിനാ കാത്തു നിൽക്കണേ? അവളുടെ ലൈഫ് അവൾ ചൂസ് ചെയ്തോട്ടെ. അങ്ങനെ ഇപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോൾ അവൾ വേറെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കണ്ട. നീ എഡ്വിനുള്ളതാ, ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെ പോരട്ടെ. എടാ കൊള്ളപ്പൊന്നി, മനസ്സിൽ വെച്ചോണ്ട് നടക്കാതെ നിനക്ക് അവളോട് തുറന്നു പറഞ്ഞൂടെ? എങ്കിൽ പിന്നെ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ. പറയാം, നമ്മുടെ ട്രിപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. സർപ്രൈസ് ആക്കി എനിക്ക് എൻ്റെ മനസ്സ് തുറക്കണം. അയ്യോ, കാമുകൻ ഉണർന്നല്ലോ. ഓൾ ദ ബെസ്റ്റ് അളിയാ. തൃഷ, എല്ലാം തീർന്നില്ലേ? എങ്കിൽ പിന്നെ അവരോട് റെഡിയാവാൻ പറയട്ടെ. ആ ചേച്ചി, എല്ലാം റെഡിയാ. ഹാൾ മാത്രമേ വൃത്തിയാക്കാനുണ്ടായിരുന്നുള്ളൂ, അത് തീർന്നു. ഞാനെന്നാ കുളിച്ചിട്ട് വരാം. നീ എന്നാ റെഡിയായി വന്നോ? ഞാൻ അവരെ കൂടി വിടട്ടെ. ആഹാ, കുളി കഴിഞ്ഞപ്പോ എന്താ ഒരു സുഖം. എന്റെ ഈശ്വര, എന്താ ഇത്? ഇതുങ്ങളെ ഞാനിന്ന് കൊല്ലും. രണ്ടും കൂടെ എന്തോന്നാ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? ഇപ്പൊ തൂത്തു തുടച്ചു പോയതേ ഉള്ളൂ. ഞങ്ങളെന്ത് കാണിച്ചു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ റെഡിയായി വരുമ്പോഴേക്ക് ഇതെല്ലാം വൃത്തിയാക്കിക്കോളും. ഇല്ലേ രണ്ടേ ഞാൻ കാണിച്ചു തരാം. ഇച്ചായ പറഞ്ഞത് മിണ്ടാതെ ചെയ്യുന്നത് അബുദ്ധി. ഇല്ലേൽ ഇവള് നമ്മളെ ശരിയാക്കൂ. അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാ. എന്നാ തുടങ്ങിക്കോ. ചീന ഇത് കണ്ടുകൊണ്ട് വന്നാ ഇതൊന്നും ആവില്ല കിട്ടുന്ന പണി. ജഹാൻ പോയ പിന്നെ ആദ്യമായിട്ടല്ലേ ചായ ഇങ്ങനെ ട്രിപ്പ് പോകുന്നത്? അവൾക്കായിരുന്നില്ലേ ഇതിനൊക്കെ വലിയ ഇഷ്ടം. എല്ലാവരുടെയും മനസ്സിലും ഇത് തന്നെയാവും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ. പെട്ടെന്നുള്ള ഈ യാത്രയ്ക്ക് പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്ന് എനിക്കറിയാം മമ്മി. ഇതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചേ. എന്താ മിയ, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? നീ ഇപ്പൊ എന്തിനാ എന്നെ വന്ന് വിളിച്ചത്? നിനക്ക് വേണേ നീ പോയിരുന്നോ? അത് നിന്നോട് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ മനസ്സിലായി. അവനെ ഇങ്ങോട്ട് ഇരുത്തിയിട്ട് നിനക്ക് അവിടെ പോയിരിക്കും, അതല്ലേ? അതെ, പ്ലീസ്. നീ പറഞ്ഞ പോലെ അവന് ജലസടിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇതിൽ നല്ലൊരു വഴി വേറെ കിട്ടില്ല. ട്രിപ്പ് കഴിയുന്നതിന് മുമ്പ് അവന്റെ മനസ്സിലേക്ക് കണ്ടുപിടിക്കണം. പ്ലീസ്, ഒന്ന് സമ്മതിക്കും. ഓക്കെ, ഇതിപ്പോ എന്റെ കൂടെ ആവശ്യമായതുകൊണ്ട് സമ്മതിച്ചു. എന്നാ അവനോട് പോയി പറഞ്ഞേക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കണമെന്ന്. അതൊക്കെ അവൻ ഇരുന്നോളൂ. ഒരു പാവ, എനിക്ക് അറിയൂടെ അവനെ. പാവം? എന്നാ പോയി കണ്ടുപിടിക്കേ എന്താണെന്ന് വെച്ചാൽ. മക്കളെ, ഇനി നീയായിട്ട് അവളോട് ഉടക്കാണ്ടിരുന്നാ മതി. പിന്നെ എനിക്കതല്ലേ പണി. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്ന് അവൾക്ക് കൊള്ളാം. ഇതിൻ്റെ പേരിൽ ഇനി നിങ്ങൾ രണ്ടും വഴക്കിടണ്ട. നീയും അവളും കണക്കാ. രണ്ടും തമ്മിൽ തല്ലി ചാവാണ്ടിരുന്നാൽ മതി. എന്താ പിണ്ടായേ? ഇതിപ്പോ ഇങ്ങനൊരു പ്ലാൻ
നോക്കി മനഃപൂർവ്വം നമ്മൾ അവരെ എന്തിനാ ഒരുമിച്ചിരുത്തിയത്? രണ്ടു ആരും നമ്മളെപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഇങ്ങനെയെങ്കിലും അടിയൊക്കെ മാറ്റി നല്ല കൂട്ടായിക്കോട്ടെന്ന് വെച്ചാ നീ ഐഡിയ പറഞ്ഞപ്പോ ഞാനും കൂട്ടു നിന്നത്. ഇതിപ്പോ അവിടെ എത്തും വരെ ഞാൻ നിന്നെ സഹിക്കണമല്ലോ. അയ്യടാ, പറയുന്ന കേട്ടാ നിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണെന്ന് തോന്നുമല്ലോ. അക്കാര്യത്തിൽ ചെറിയൊരു സംശയം ഇല്ലാതില്ല. ആണോ? എന്നാ അത് വേണ്ട. നീ അങ്ങോട്ട് തിരിഞ്ഞിരുന്നു, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നോളാം. അല്ലേ ഓരോ വർത്താനം കൊണ്ട് വന്നേക്കുന്നു. നിന്നോട് അടിയുണ്ടാക്കാൻ വല്ലാത്ത ഫീലാ എന്റെ പൂച്ചക്കുഞ്ഞെ. കുറുമ്പ് കാണിച്ചുള്ള നിന്റെ ഈ മുഖം, ഉഫ്, നീ എന്നെ ഓരോ നിമിഷവും കൊല്ലാതെ കൊന്നോണ്ടിരിക്കുക. എന്താടാ എന്നെ നോക്കുന്നത്? എന്ത് ചെയ്യാനാ, വേറെ ആരും ഇവിടെ ഇപ്പൊ ഇല്ലല്ലോ, അതുകൊണ്ട് നോക്കി പോയതാ. റോമിയോക്ക് ജൂലിയറ്റുകളെ മിസ് ചെയ്യുന്നുണ്ടാവല്ലേ? കഷ്ടായി പോയി. ഇത്ര പറ്റില്ലെങ്കിൽ അവളുമാരുടെ കൂടെ അവിടെ തന്നെ നിന്നാ പോരായിരുന്നു. എന്തിനാ ഞങ്ങളുടെ കൂടെ പോകുന്നത്? ആഹാ, നിന്നാ മതിയായിരുന്നു. പിന്നെ നീ മാത്രമല്ലല്ലോ ട്രിപ്പിലുള്ളത്, അതുകൊണ്ട് കൂടി ഇറങ്ങി തിരിച്ചതാ. കണക്കായിപ്പോയി. നീ എന്നോട് മിണ്ടണ്ടടാ കാട്ടുപോയി. ചുമ്മാതല്ല, തോളില് നല്ല കനം തോന്നിയത്. സുഖിച്ച് കിടന്ന് നല്ല ഉറക്കമാ. ഉറക്കത്തിൽ എന്റെ മേലേക്ക് വീഴാനേ ചാൻസ് ഉള്ളൂ, അല്ലാതെ എങ്ങനെ കിടക്കാൻ ഞാനൊരു വഴിയും കാണുന്നില്ല. മാമനും മാമിയും അടക്കം എല്ലാവരും നല്ല ഉറക്കത്തിലാണല്ലോ. അങ്ങോട്ട് ഇനി എപ്പോ എത്തുമോ ആവോ. ഇങ്ങനെ കണ്ടില്ലേ, ഹെഡ്സെറ്റ് പോലും മാറ്റാതെ ഉറങ്ങിയേക്കുന്നു. മാറ്റിയേക്കാം, ചുമ്മാ ചെവി അടിച്ചു പോണ്ട. ഇതെന്താ ഈ ഫോട്ടോ? നിനക്കൊരിക്കലും ഇവളെ മറക്കാനാവില്ല എന്ന് നന്നായി അറിയാണ്ടിരിക്കും. നിനക്കെന്നല്ല, അവൾ ഒരിക്കൽ പരിചയപ്പെട്ട ആർക്കും അതിനാവില്ല. അത്രയ്ക്ക് സ്പെഷ്യലാ ഇവൾ. നാശം പിടിക്കാനായിട്ട് ഈ വെളിച്ചത്തിന് എന്റെ മുഖത്തോട്ട് തന്നെ അടിക്കണമായിരുന്നു. മനുഷ്യന്റെ ഉറക്കവും പോയി. എന്റെ ഈശോയെ, ചുവൽ, ഇവളുടെ തോളിലാണോ ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങിയത്? ഇവളെങ്ങാണ് എണീറ്റ് കണ്ട നാണം കിട്ടും. അമ്മേ, പതുക്കെ എണീറ്റാ മതിയായിരുന്നു. ഇതിപ്പോ തലയും തട്ടി. ആരെങ്കിലും കണ്ടോ? ചമ്മണ്ട, ഞങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ ഇരുന്നു. മഹാറാണി എണീറ്റ് മാറിയിരുന്നെങ്കിൽ അടേനി ഇവിടെ നേരെ ഇരിക്കാമായിരുന്നു. ആ, ഇപ്പൊ വാദി പ്രതിയായ